നമസ്കാരം എല്ലാവർക്കും. വെൽവി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് കൊടൈക്കനാലിലാണ് ഉള്ളത്. കൊടൈക്കനാലിൽ നമുക്കിന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടില്ല. കൊടൈക്കനാലിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലക്ഷറി ആയിട്ട് അത് നമുക്കൊരു എക്കോണമിക് പ്രൈസിൽ നല്ലൊരു ലക്ഷറി താമസം കിട്ടുന്ന ഒരു സ്റ്റേ ആണ് കേട്ടോ നമ്മളെ വീഡിയോയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. സ്റ്റേയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൂടെ പറഞ്ഞുതരാം. RMK നെസ്റ്റ് ഹോം സ്റ്റേ എന്നാണ് കേട്ടോ നമ്മുടെ ഈ സ്റ്റേൻ്റെ പേര്. നല്ല രസമാണ് ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ. ഫുള്ള് നല്ല ഈ RMK നെസ്റ്റ് ഹോം സ്റ്റേയിലേക്ക് വരുന്ന വഴി തന്നെ വേറെ ഒരുപാട് സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ടൗണിൻ്റെ ഒന്നൊരു ഔട്ട്സ്കേർട്സിലേക്ക് കുറച്ച് മാറി കുറച്ച് ഉയരത്തിലായിട്ടാണ് സ്റ്റേ ഉള്ളത് കേട്ടോ. RMK നെസ്റ്റ് ഹോം സ്റ്റേ എന്നാണ് നമ്മുടെ സ്റ്റേൻ്റെ പേര്. നമ്മളവിടെ ഒരു ചെറിയ ഇതിലേക്ക് വരുന്ന ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള വഴിയിലൂടെയാണ് ഇങ്ങോട്ട് പോവുക. ഇങ്ങനെ ഇവിടേക്ക് കോടമഞ്ഞ് മൂടുന്ന ഒരു ഏരിയയാണ്. കണ്ട ആ ഭാഗത്തൊക്കെ കാണുന്ന വൈറ്റ് കളറിൽ കാണുന്ന ബിൽഡിങ്ങൊക്കെ റിസോർട്ട് സംഭവങ്ങളൊക്കെയാണ്. നല്ലൊരു വാലയുടെ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. കുറച്ച് കയറ്റൊക്കെയാണ് കേട്ടോ. ഇത് കാറൊക്കെ വരുന്ന വഴി തന്നെയാണ്. കുറച്ച് കയറ്റാന്നേ ഉള്ളൂ. പക്ഷെ നല്ല വഴിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമൊക്കെ നിറയെ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി സ്ഥലം. ഇപ്പോൾ ഡിസംബറിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് നല്ല ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റാണ് എല്ലായിടത്തും. ഫാബ് ഹോട്ടൽസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ ഇത്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. ഈ റിസപ്ഷൻ്റെ അവിടെ നിന്നൊക്കെ നോക്കുമ്പോഴും നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി നോക്കുമ്പോഴൊക്കെ കിട്ടില്ലാനായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് കാണാനുള്ളത്. നമുക്കിവിടെ താമസിക്കാൻ അറൗണ്ട് 1700 ഒക്കെയാണ് കേട്ടോ പ്രൈസ് ആയത്. booking.com നമുക്ക് ഈ ഒരു സ്റ്റേ ബുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്കും ബുക്കിംഗ് ഡീറ്റെയിൽസും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. നല്ലൊരു സ്റ്റേ ആണ് കൊടൈക്കനാലിൽ നമുക്ക് ഒരു ദിവസം താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റേ തന്നെയാണിത്. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേ. ഒരു കിഡിലൻ റൂം തന്നെയാണിത്. ഭയങ്കര ആംബിയൻസ് ഉള്ളൊരു കിഡിലൻ റൂമാണ്. ഈ കർട്ടനൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ റൂമിൽ വിളിച്ചിട്ട് നല്ല വെളിച്ചമൊക്കെ ആയിട്ട് നല്ല വൈബാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള റൂം തന്നെയാണ് കേട്ടത്. നമുക്കൊരു അടിപൊളി വലിയൊരു ബാത്റൂമുണ്ട്. ഇതൊരു പുതിയ പ്രോപ്പർട്ടി കൊണ്ട് എല്ലാ കാര്യങ്ങളും ഫുൾ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇവിടെ നല്ലൊരു ബാൽക്കണി വ്യൂ നമുക്ക് കിട്ടും. അടിപൊളിയായിട്ട് ഇവിടെ നേരത്തൊക്കെ കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോടമഞ്ഞ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. സൂപ്പർ വൈബാണ് ഇവിടെ. രക്ഷയില്ല. ഈ ബാൽക്കണിയിൽ ഇങ്ങനെ ചായ കുടിച്ചിരിക്കാൻ വേറെ ലെവലായിരിക്കും. അവിടെ ഇവിടെയൊക്കെ നിറയെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കോട്ടേജസുള്ള ഒരു പ്രൈവറ്റ് ഏരിയ ആണ് ഇത്. ഇവിടെയുണ്ട് ഒരുപാട് കോട്ടേജസ്. ഇത് സ്റ്റാർട്ടിങ് ഏരിയ ആണ്. ഇത് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് ആദ്യം കാണുന്ന സ്റ്റേസ് ഒക്കെയാണ് ഇത്. ഇവിടെ ഒരുപാട് സ്റ്റേസ് ഉണ്ട്. SRM കോട്ടേജ് എന്നാണ് ഇതിൻ്റെ പേര്. കുറച്ച് ദൂരം ഉണ്ട്. നമ്മളെ സ്റ്റേയുടെ അവിടെ നിന്ന് അറൗണ്ട് ഒരു 1 കിലോമീറ്റർ കഷ്ടിയുണ്ട് ഈ ഒരു മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക്. മെയിൻ റോഡിൽ നിന്നും പിന്നെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. നമ്മളൊരു ഏകദേശം ഒരു എന്താ പറയുക റോഡിൻ്റെ സൈഡിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഹോട്ടൽ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യുന്ന റെസ്റ്റോറൻറ്റും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഹോട്ടലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഹോംലി ഫുഡ് കിട്ടും. നമ്മളങ്ങനെ വന്നിട്ട് കൊടൈക്കനാലിലുള്ള അമ്പൂർ സ്റ്റാർ ബിരിയാണി കഴിക്കാൻ വന്നിട്ടോ. വലിയൊരു തൂക്കിൽ നമ്മുടെ ഇവരുടെ ഈ ഒരു വഴുതന കറിയും അതുപോലെ കച്ചമ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാർ ബിരിയാണി. അത് നമുക്കിങ്ങനെ ഇതെടുത്തിട്ടിടാം. കച്ചമ്പർ ഇതിനൊരു കറി ഉണ്ട് കേട്ടോ. വഴുതന കറി എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ലത്. എന്നാലും നമ്മളത് കഴിക്കേണ്ട രീതിക്ക് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മളത് കൊടുക്കണം. പിന്നെ നമ്മുടെ ബിരിയാണി കണ്ടോ. സൂപ്പർ ആവി പറക്കണ ബിരിയാണിയാണ് കേട്ടോ. ഞാനത് മുന്നേ ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. നല്ലൊരു
ഒതൻറ്റിക് പ്രത്യേകതരം ടേസ്റ്റുള്ളൊരു ബിരിയാണി തന്നെ അത്. 2 പീസൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പറാണ് കേട്ടോ, സൂപ്പർ പീസൊക്കെ ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള പീസാണ്. കഴിച്ച് നോക്കട്ടെ. അടിപൊളി കേട്ടോ, നല്ല ഫ്ലേവറസ് ആയിട്ടുള്ള ബിരിയാണിയാണ് ഈ ഒരു സ്റ്റാർ ബിരിയാണി. എനിക്ക് എപ്പോഴും ഇത് എന്താ പറയുക, ഒരു തമിഴ്നാടൻ ബിരിയാണി കഴിക്കുന്ന ടേസ്റ്റ് അല്ല, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫ്ലേവറസ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അടിപൊളി ചിക്കനൊക്കെ ആയിട്ട് സൂപ്പർ. നിങ്ങളെന്തായാലും കൊടൈക്കനാൽ വരുമ്പോൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കടയുടെ ഡീറ്റെയിൽസും ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ ലേക്കിൻ്റെ ഒക്കെ എടുത്താണ് കേട്ടോ. അവിടെ ഒരു ഹോട്ടൽ ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു അമ്പൂർ ബിരിയാണിയുടെ ഔട്ട്ലെറ്റ് വരുന്നത് കേട്ടോ. നല്ല ഫുഡാണ് കേട്ടോ. സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ അവൈലബിളുമാണ്. നമ്മൾ കഴിച്ചത് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി നമ്മൾ കഴിച്ചിട്ടോ. ഒരു ബിരിയാണിയുടെ റേറ്റ് വന്നിട്ട് 190 കേട്ടോ. ഒരു ബിരിയാണിയുടെ റേറ്റ് വന്നിട്ടായത് എന്തായാലും നല്ലൊരു സൂപ്പർ ബിരിയാണി കടയാണിത്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് സാധാരണ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമായത് മാത്രമേ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അത് അത്ര വെറുത്താട്ടോ. നിങ്ങളോട് ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത്ര ഇഷ്ടമാണ്, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പറാണ്. വാവ്, മോർണിംഗ് വ്യൂ ആണ് കേട്ടോ നമ്മുടെ കോട്ടേജ് എന്നുള്ളത്. അവിടെയൊക്കെ കോടമഞ്ഞ് വന്നു തുടങ്ങി. ഇങ്ങനെയാണ്. ഇതിൻ്റെ മേലേക്ക് 2-3 റൂമും കൂടെ ഉണ്ട്. ഇവിടെ പുതിയൊരു സെയിം നമ്മുടെ റൂമിൻ്റെ സെയിം തന്നെ ഇവിടെ ഒരു കോട്ടേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. രാവിലെ ഒരു 7:30-8 മണി ആയിട്ടുള്ളൂ. ടൗണൊക്കെ ഓണായി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.